ലോഗിൻ ടു IT സൊല്യൂഷൻസ്. ലീഡ് മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ വെബ് ത്രൂ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അഡ്മിനുള്ള ലോഗിൻ നമ്മളുടെ സൈഡിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. ആ ഒരു പെർട്ടിക്കുലർ ലോഗിൻ ത്രൂ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ പാക്കേജ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്റ്റാഫ് മാനേജ്മെന്റിൽ നിന്നാണ്. സ്റ്റാഫ് മാനേജ്മെന്റിൽ നമ്മൾ ആഡ് സ്റ്റാഫിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലി നമുക്ക് ഓരോ സ്റ്റാഫിനെയും ആഡ് ചെയ്ത് കൊടുക്കാനും അവർക്ക് ഇൻഡിവിജ്വൽ യൂസർ നെയിം പാസ്വേഡ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം ഫസ്റ്റ് നമ്മൾ സ്റ്റാഫിന്റെ നെയിം, ഫോൺ നമ്പർ, ദെൻ പാസ്വേഡ്, ദെൻ ആളുടെ ഡെസിഗ്നേഷനെ ബേസ് ചെയ്ത് ഇപ്പം ആളൊരു ടെലികോളർ ആണ് അല്ലെങ്കിൽ ഒരു കൗൺസിലർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ആൾക്ക് ഡെസിഗ്നേഷൻ ബേസ് ചെയ്തിട്ട് മൊഡ്യൂൾസ് കൊടുക്കാനും അവർ ഏതൊക്കെ മൊഡ്യൂൾസ് ഹാൻഡിൽ ചെയ്യണം, അവർക്ക് എന്തിനൊക്കെ ഉള്ള പെർമിഷൻസ് കൊടുക്കണം എന്നുള്ളതെല്ലാം തന്നെ നമുക്ക് ഇവിടെ നിന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ബേസിക്കലി അവർക്ക് ഡാഷ്ബോർഡ്, ആഡ് ലീഡ്, അതേപോലെ അവരുടെ ഇൻഡിവിജ്വൽ റിപ്പോർട്ട്സ് കാണാനായിട്ടുള്ള പെർമിഷൻസ് മാത്രമാണ് നമ്മൾ ജസ്റ്റ് കൊടുക്കേണ്ടതുള്ളൂ. ഈവൻ ഓരോ ഡെസിഗ്നേഷനെ ബേസ് ചെയ്ത് ഇപ്പോൾ ടെലികോളർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മാനേജർ ആയിക്കോട്ടെ, അതിനെ ബേസ് ചെയ്തിട്ടെല്ലാം നമുക്കിവിടെ റിപ്പോർട്ട്സ് അല്ലെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് മൊഡ്യൂൾസ് കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാനായിട്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ദെൻ സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്തതിന് ശേഷം സ്റ്റാഫിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് സ്റ്റാഫ് മാനേജ്മെന്റ് അണ്ടറിൽ വ്യൂ സ്റ്റാഫിൽ വ്യൂ ചെയ്ത് നോക്കാനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പിന്നീട് സ്റ്റാഫ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ടൈപ്പ് ഓഫ് എഡിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ചേഞ്ചസോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാനും, സ്റ്റാഫിന്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കാനും, ഇൻഡിവിജ്വലി സ്റ്റാഫിന്റെ ഡാഷ്ബോർഡ് വ്യൂ ചെയ്ത് കൊടുക്കാനും, സ്റ്റാഫിനെ ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇനി സപ്പോസ് നമുക്ക് സ്റ്റാഫുകളെ ഇൻആക്റ്റീവിലേക്ക്, ഇപ്പം കറന്റ്ലി വർക്കിംഗ് അല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേസസ് കൊണ്ട് ആക്റ്റീവ് അല്ലാത്ത സ്റ്റാഫുകളെ നമുക്ക് ഇൻആക്റ്റീവ് മോഡിലേക്ക് കൺവേർട്ട് ചെയ്തിടാനായിട്ടുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ലീഡ് മാനേജ്മെന്റ് ആണ്. ലീഡ് മാനേജ്മെന്റിൽ ഇതാണ് നമ്മുടെ മെയിൻ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് വന്നിട്ടുള്ള ഇതുവരെയുള്ള ടോട്ടൽ ഫ്രഷ് ലീഡ്സിന്റെ കൗണ്ട്, അതിൽ നമ്മൾ പെൻഡിങ് വെച്ചേക്കുന്ന ലീഡിന്റെ കൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ നമുക്കിപ്പം ഒരു ലീഡ് കോൾ ചെയ്ത് അതിന്റെ സ്റ്റാറ്റസ് മാനുവലി അപ്ഡേറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ടോട്ടൽ കോൾഡ് ലൈൻ്റെ കൗണ്ട് കയറുന്നത്. ഇതാണ് ഒരു ലീഡിന്റെ ഡീറ്റെയിൽ പേജ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നിന്ന് തന്നെ നമുക്കിപ്പം മൊബൈൽ ആപ്പ് ത്രൂ ആണെന്നുണ്ടെങ്കിൽ കോള് കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ഒരു വെബ് ത്രൂ തന്നെ നമുക്ക് വേണമെങ്കിൽ ഫോളോ അപ്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഫസ്റ്റ് കോൾഡ് ഡേറ്റ് ആണ് ഇവിടെ കിടക്കുന്നത്. നമ്മൾ വിളിച്ച ഡേറ്റും ടൈമും ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്. ദെൻ കോൾ സ്റ്റാറ്റസ്, നമ്മൾ ആ കോൾ കണക്റ്റഡ് ആണോ നോട്ട് അറ്റൻഡഡ് ആണോ എന്നുള്ള സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം. ലീഡിന്റെ സ്റ്റേജുകൾ, ഇപ്പം നമുക്ക് ഫോളോ അപ്പ് ചെയ്യേണ്ട കേസ് ആണെന്നുണ്ടെങ്കിൽ ഫോളോ അപ്പ് ചൂസ് ചെയ്യാം. ലീഡ് റിജക്ട് ചെയ്യേണ്ടതാണെങ്കിൽ റിജക്റ്റഡ് എന്നുള്ള സ്റ്റേജും, ക്ലോസ്ഡ് ആണ് അല്ലെങ്കിൽ പേയ്മെന്റ് ചെയ്തുവെങ്കിൽ ക്ലോസ്ഡ് എന്നുള്ള രീതിയിൽ നമുക്ക് മെൻഷൻ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇനി സപ്പോസ് നമ്മൾ ഫോളോ അപ്പ് ആണ് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് ഏത് ഡേറ്റിലേക്കാണ് വിളിക്കേണ്ടതെന്നുള്ള ഡേറ്റ് നമുക്ക് ഇവിടെ നിന്ന് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഈ ഓരോ സ്റ്റേജുകൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും ബേസിക് ആയിട്ട് നമ്മൾ ഫോളോ അപ്പ് റിജക്റ്റഡ്, ക്ലോസ്ഡ് എന്നുള്ളതാണ് കൊടുക്കുന്നത്. ഇത് കൂടാതെ അഡീഷണൽ സ്റ്റേജുകൾ ആഡ് ഓൺ ചെയ്യാനും അതിന് ഫോളോ അപ്സ് അപ്ഡേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ടാഗുകൾ മെൻഷൻ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ദെൻ ഇതിനെല്ലാം ബേസ് ചെയ്ത് നമുക്ക് റിപ്പോർട്ട്സ് ഫിൽട്ടർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യും. അപ്പം ഞാൻ നെക്സ്റ്റ് ഒരു ഡേറ്റിലേക്ക് ഫോളോ അപ്പ് ഇട്ടു, നാളത്തെ ഡേറ്റിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേറ്റിലേക്ക് ഒരു പെർട്ടിക്കുലർ ടൈമിലേക്ക് ഇട്ടു. അതിന് നമുക്ക് റിമൈൻഡർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര മിനിറ്റ് മുന്നേ നമ്മൾ സെറ്റ് ചെയ്ത ടൈമിന് എത്ര മിനിറ്റ് മുന്നേ റിമൈൻഡർ വരണം എന്നുള്ളതും കൂടെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ദെൻ കാറ്റഗറി കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം. കാറ്റഗറി ആയിട്ടോ പ്രൊഡക്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം ഇതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്താണോ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് എന്താണോ അവർ ഏതാണോ അതിലേക്ക് എൻക്വയർ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ അവരുടെ റിക്വയർമെന്റ് എന്താണോ ആ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിലേക്ക് നമുക്ക് ആ ലീഡ് കൺവേർട്ട് ചെയ്യാനും ഇതിനെ ബേസ് ചെയ്തിട്ട് റിപ്പോർട്ട്സ് ഫിൽട്ടർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ദെൻ പ്രയോറിറ്റി, നമുക്ക് ലീഡ് പ്രയോറിറ്റീസ് അനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ലീഡിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് അല്ലെങ്കിൽ ക്ലൈന്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിനൊക്കെ ബേസ് ചെയ്തിട്ട് അതിന്റെ പ്രയോറിറ്റി ലെവലിൽ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ഓഫ് ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. പിന്നെ അഡീഷണൽ ക്ലൈന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഫീൽഡുകൾ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ദെൻ സബ്മിറ്റ് ചെയ്യാം. ഈ ഒരു രീതിയിലാണ് നമ്മളൊരു ക്ലയന്റിനെ കോൺടാക്ട് ചെയ്തിട്ട് ഫോളോ അപ്സ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഫോളോ അപ്പിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. നെക്സ്റ്റ് ഏത് ഡേറ്റിലേക്കാണോ നമ്മൾ ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ആണ് ടോപ്പിൽ വന്ന് കിടക്കുന്നത്. ദെൻ ആക്ടിവിറ്റീസിൽ ഈ ലീഡ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസും
ഡീറ്റെയിൽസിൽ ലീഡ് ഡീറ്റെയിൽ പേജുമാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി ഫയൽ മാനേജറിൽ ക്ലയന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഡോക്യുമെന്റ്സോ ഫയൽസോ കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ചെയ്യുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ ഈ ലീഡ് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലോ ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിലോ ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സെയിം ക്ലയന്റിനെ മൾട്ടിപ്പിൾ കാറ്റഗറിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലോ അതിനുള്ള ഓപ്ഷൻസ് കൂടെ അവൈലബിൾ ആണ്. ദെൻ നമ്മൾ ഇതേമാതിരി കോൾ ചെയ്ത് അതിന്റെ ഫോളോ അപ്പ് അപ്ഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ടോട്ടൽ കോൾഡ് ലൈനിന്റെ കൗണ്ട് കയറുക. നമ്മൾ ഏത് ദിവസത്തേക്കാണോ ഫോളോ അപ്പ് ഇട്ടേക്കുന്നത് ആ ഡേറ്റിൽ ഫോളോ അപ്പ് ലീഡ്സിൽ നമുക്ക് ആ ലീഡ് കാണാനായിട്ട് പറ്റും. ഒരു കാരണവശാലും നമുക്ക് ആ ലീഡ്സ് മിസ്സാവത്തില്ല. അറ്റ് എ ടൈം നമ്മുടെ പെൻഡിങ് ഉള്ള ഫോളോ അപ്സും ഫോളോ അപ്പ് ലീഡിംഗ് നമ്പറിൽ കാണിക്കും. കറന്റ് ഡേറ്റ് ഫോളോ അപ്സും പെൻഡിങ് ഉള്ള ഫോളോ അപ്സും ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ക്ലോസ്ഡ്, നമ്മളൊരു കോൾ ചെയ്ത് അതിന്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലോസ്ഡ് ആണ് മെൻഷൻ ചെയ്തേക്കുന്നതെങ്കിൽ നമുക്ക് ക്ലോസ്ഡ് എന്നുള്ള ലീഡ്സിലേക്കായിരിക്കും ആ കൗണ്ട് കയറുന്നത്. അത് കറന്റ് ഡേറ്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ക്ലോസ്ഡിന്റെ കൗണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ മിസ്ഡ് ലീഡ്സ് എന്ന് പറയുന്നത് ന്യൂ ലീഡിലും ഫോളോ അപ്പിലും പെൻഡിങ് ഉള്ള അല്ലെങ്കിൽ നമ്മൾ മിസ് ചെയ്തിട്ടുള്ള ലീഡ്സിന്റെ ടോട്ടൽ കൗണ്ട് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിപ്പിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്കിപ്പം എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഫിൽട്രേഷൻ, ഇപ്പം ഏതെങ്കിലും ഇൻഡിവിജ്വൽ സ്റ്റാഫ് വൈസ് നമുക്ക് ടോട്ടൽ മിസ്ഡ് ലീഡ്സിന്റെ കൗണ്ട് കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് കൂടെ അവൈലബിൾ ആണ്. ഇതിനെല്ലാം തന്നെ ഡീറ്റെയിൽ പേജ് ഉണ്ട്. ഇവിടെ നമുക്ക് ഇപ്പം ഏതെങ്കിലും ഡേറ്റ് റേഞ്ചോ കാറ്റഗറി വൈസോ സ്റ്റാഫ് വൈസോ ഒക്കെ ഫിൽട്ടർ ചെയ്തിട്ട് റിപ്പോർട്ട്സ് ചെക്ക് ചെയ്ത് നോക്കാനും എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് നോക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് മാനുവലി തന്നെ ഒരു ലീഡ് ആഡ് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് ലീഡ് ത്രൂ നമുക്ക് ലീഡ്സ് ആഡ് ഓൺ ചെയ്യാം. രണ്ടാമത്തെ കേസ് നമുക്ക് ബൾക്കായിട്ട് നമ്മുടെ കയ്യിൽ എക്സൽ ഡാറ്റാസ് ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ഇമ്പോർട്ട് ചെയ്ത് നമ്മുടെ സ്റ്റാഫിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കാനും, അതേപോലെ തന്നെ നമുക്ക് FB ത്രൂ ലീഡ് ഫോം ത്രൂ ആണ് ആഡ് റൺ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ CRM അതേപോലെ തന്നെ നമ്മുടെ പേജും CRM ആയിട്ട് ഇന്റഗ്രേഷൻസ് ചെയ്യാനായിട്ടും, അതേപോലെ ആ ഒരു പെർട്ടിക്കുലർ പേജ് ത്രൂ വരുന്ന ലീഡുകൾ നമ്മുടെ സ്റ്റാഫിലേക്ക് അസൈൻ ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഓപ്ഷൻസും അവൈലബിൾ ആണ്. അപ്പം ഈ 3 രീതിയിലാണ് നമുക്ക് ലീഡുകൾ CRMലേക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുക. ദെൻ ലീഡ് റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് കാര്യങ്ങൾ, ഇപ്പം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡേറ്റ് വൈസ് ഉള്ള റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഫിൽട്ടർ ചെയ്ത് നോക്കാനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അത് ഏതെങ്കിലും ഒരു സ്റ്റാഫ് വൈസോ അല്ലെങ്കിൽ ഏതെങ്കിലും കാറ്റഗറി വൈസോ പ്രയോറിറ്റി വൈസോ സോഴ്സസ് വൈസോ ഒക്കെ ഫിൽട്ടർ ചെയ്ത് റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്ത് നമുക്ക് എക്സലിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നെക്സ്റ്റ് കോൾ ഹിസ്റ്ററിയിൽ നമ്മുടെ സ്റ്റാഫും ക്ലയന്റും സംസാരിക്കുന്നതിന്റെ ഡ്യൂറേഷൻസ് ട്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്യൂറേഷൻസ് ട്രാക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇനി അതല്ല കോൾ റെക്കോർഡിങ്സ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ നമുക്കിവിടെ ഒരു ക്ലൗഡ് കോൾ പ്രൊവൈഡേഴ്സ് ത്രൂ നമുക്ക് ഇന്റഗ്രേഷൻസ് പോസിബിൾ ആണ്. ദെൻ ക്ലയന്റും സ്റ്റാഫും സംസാരിക്കുന്നതിന്റെ കോൾ റെക്കോർഡിങ്സും CRMന്റെ അകത്തുനിന്ന് തന്നെ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഡിലീറ്റഡ് ലീഡ്സ്, നമ്മളുടെ സ്റ്റാഫ് ഇൻ കേസ് ലീഡ്സ് കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ട്രാക്ക് ചെയ്യാം. ആരാണോ ഡിലീറ്റ് ചെയ്തത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ദെൻ അൺഅസൈൻ ലീഡ്സ്, ഇവിടെ നമുക്ക് ലീഡ്സ് ആഡ് ഓൺ ചെയ്യുമ്പോൾ ആർക്കും അസൈൻ ആവാത്ത രീതിയിൽ ലീഡുകൾ എൻ്റർ ചെയ്ത് അല്ലെങ്കിൽ CRMലേക്ക് ആഡ് ഓൺ ചെയ്തിടണം എന്നുണ്ടെങ്കിൽ ആഡ് ഓൺ ചെയ്തിടാനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പം പിന്നീട് നമുക്ക് ആവശ്യാനുസരണം അവർക്ക് ലീഡുകൾ അസൈൻ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് ബൾക്കായിട്ട് ലീഡ്സ് അസൈൻ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇനി ട്രാൻസ്ഫർ ലീഡ്സ് ഇപ്പം നമുക്ക് സ്റ്റാഫ് ടു സ്റ്റാഫ്, ഇപ്പം കറന്റ്ലി ഒരു സ്റ്റാഫ് വർക്കിംഗ് അല്ല, ആളുടെ പെൻഡിങ് ഉള്ള ലീഡ് നമുക്ക് മറ്റൊരു സ്റ്റാഫിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻസും കൂടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് സ്റ്റാഫ് മാനേജ്മെന്റിന്റെ അണ്ടറിലാണ് നമ്മൾ സ്റ്റാഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ട്രാക്ക് ചെയ്ത് വെക്കുന്നത്. പിന്നെ സെറ്റിംഗ്സിൽ നമുക്ക് FB പേജ് കാര്യങ്ങൾ ഈ ഒരു മൊഡ്യൂൾ ത്രൂ തന്നെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു അണ്ടറിൽ നമുക്ക് പേജ് കാര്യങ്ങൾ കണക്ട് ചെയ്ത് കൊടുക്കാം. ഫയൽ മാനേജറിൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് മെയിൽ ID കാര്യങ്ങളൊക്കെ ഇന്റഗ്രേഷൻ ചെയ്ത് ഡോക്യുമെന്റ്സ് ഫയൽസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സേവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്താണോ അത് നമുക്ക് പ്രൊഡക്ട്സിന്റെ അണ്ടറിൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇനി നെക്സ്റ്റ് റിപ്പോർട്ട്സിലേക്ക് വരുമ്പോൾ നമുക്ക് സ്റ്റാഫ് റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ഇൻഡിവിജ്വലി അവരുടെ പെർഫോമൻസസ് ഒക്കെ അനാലിസ് ചെയ്യാനും അവർ ഡേ ബൈ ഡേ എത്ര കോളുകൾ ചെയ്യുന്നുണ്ട്, അതിൽ എത്ര കണക്റ്റഡ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ടോട്ടൽ ഡ്യൂറേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ട്രാക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്.
ഇനി ഷെഡ്യൂൾഡ് ലീഡ് റിപ്പോർട്ട്. ഇപ്പം നമുക്ക് ഓരോ ഡേറ്റിലേക്കും അല്ലെങ്കിൽ ഓരോ മന്തിലോ അല്ലെങ്കിൽ ഓരോ ഡേറ്റിലോ അവർ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഫോളോ അപ്സിൻ്റെ കലണ്ടർ വൈസ് റിപ്പോർട്ട്സ് കാര്യങ്ങളാണ് നമ്മളിവിടെ വ്യൂ ചെയ്യിച്ചേക്കുന്നത്. പിന്നെ ലീഡുകൾ പരസ്പരം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ ഡീറ്റെയിൽഡ് സമ്മറി റിപ്പോർട്ട്. ഇപ്പം നമുക്ക് ഡേ ബൈ ഡേ ഓരോ സ്റ്റാഫ് വൈസ് എത്ര ലീഡുകൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്, അതിലെത്ര ഫോളോ അപ്സ് ഉണ്ട്, എത്ര റിജക്റ്റഡ് ഉണ്ട്, അതിലെത്ര കണക്റ്റഡ് നോട്ട് കണക്റ്റഡ് എന്നുള്ളതിൻ്റെയൊക്കെ റിപ്പോർട്ട്സ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് FB ത്രൂ വരുന്ന ലീഡ്സിന്റെ റിപ്പോർട്ട്. അത് നമുക്ക് ഫോം വൈസും പേജ് വൈസ് ഒക്കെ നമുക്ക് സോർട്ട് ചെയ്യാൻ, ഇപ്പൊ നമുക്ക് കമ്പാരിസൺസ് നടത്താനും ഏറ്റവും കൂടുതൽ ലീഡ്സ് കാര്യങ്ങൾ ഏത് ക്യാമ്പയിൻ ത്രൂ ആണ് വരുന്നത് എന്നുള്ളതൊക്കെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഫേസ്ബുക്ക് ലീഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. Thank you for watching. Contact for more details.